Meet the editors. സുരേഷ് ഗോപിയെ പുകഴ്ത്തിയതിൽ വിശദീകരണവുമായി തൃശൂർ മേയർ എം കെ വർഗീസ്. സുരേഷ് ഗോപി MP ആകാൻ യോഗ്യനാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും LDFന് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്നും മേയർ പറഞ്ഞു. സുരേഷ് ഗോപിയെ പ്രശംസിച്ച മേയറുടെ ശബ്ദം മുഖ്യമന്ത്രിയുടേതെന്ന് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ വിമർശിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ വോട്ട് തേടിയെത്തിയതായിരുന്നു സുരേഷ് ഗോപി. മേയർ MK വർഗീസിന്റെ അടുത്തുമെത്തി സുരേഷ് ഗോപി. തൃശൂരിന്റെ വികസനത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്നും അത്തരക്കാരെ സ്വീകരിക്കുമെന്നും മേയർ. തൃശൂരിന്റെ വികസനത്തിനായി സുരേഷ് ഗോപി പണം നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപിയോട് മതിപ്പെന്നും മേയർ പറഞ്ഞു. അദ്ദേഹം തന്നിട്ടുണ്ട്. പ്രവർത്തനം ഞാൻ നോക്കിക്കാണുന്നുണ്ട്. പല കാര്യങ്ങളും നല്ലത് ചെയ്യുന്നുണ്ട്. അതൊന്നും നല്ല കാര്യമല്ലേ, അംഗീകരിക്കണ്ടേ? നല്ലത് ചെയ്താൽ അംഗീകരിച്ചേ പറ്റൂ. മേയറുടെ പ്രസ്താവനയിലൂടെ CPM BJP ഡീൽ മറനീക്കി പുറത്തു വന്നെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. മേയർ പറയുന്നതിന്റെ അർത്ഥം മുരളീധരൻ മാത്രം തോൽക്കണം എന്നല്ല, സുനിൽകുമാറും തോൽക്കണം എന്നാണ്. അപ്പോൾ ചിത്രം വ്യക്തമായി, അന്തർധാര വ്യക്തമായി. സംഭവം വിവാദമായതോടെ തിരുത്തുമായി മേയർ രംഗത്തെത്തി. നാളത്തെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു സൗഹൃദ സംഭാഷണമാണ് ഞങ്ങൾ നടത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് LDFന്റെ കൂടെ തന്നെയാണ്. LDFന്റെ വികസന മാതൃക എന്താണോ അതിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. കഴിഞ്ഞ തവണ തോറ്റിട്ടും താൻ ഇവിടെ തന്നെയുണ്ടായിരുന്നുവെന്നും വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഇവിടുന്ന് തോൽപ്പിക്കപ്പെട്ട് പോയതിനു ശേഷം ഇവിടെ തന്നെ ഉണ്ട്. എങ്കിലും ചെയ്തോന്നും ചെയ്തില്ല എന്നാവില്ലല്ലോ. ഇടതു പിന്തുണയോടെ മേയർ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് വിമത കൗൺസിലറാണ് MK വർഗീസ്. മേയറുടെ പ്രസ്താവന തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ LDFനെ വെട്ടിലാക്കുന്നുണ്ട്. റിപ്പോർട്ടർ, തൃശൂർ. മേയർക്ക് ബോധിച്ചോ എന്നതാണ് ചോദ്യം. നികേഷ് സാർ, മേയർക്ക് ബോധിച്ചോ സുരേഷ് ഗോപിയെ? അല്ല, മേയർക്ക് ബോധിച്ചതായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കോർപ്പറേഷൻ അതിർത്തിയിൽ ഒരു മത്സ്യചന്ത വികസനത്തിന് 1 കോടി രൂപ തന്ന ഒരു രാജ്യസഭാംഗം എന്നുള്ള നിലയിൽ സുരേഷ് ഗോപി MP എന്നുള്ള നിലയിൽ തൃശ്ശൂർ നഗരസഭയുടെ വികസനത്തിന് സഹകരിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ ചില നല്ല വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസ്താവനയിലും പിന്നീട് വന്നിട്ടുള്ള വിശദീകരണത്തിലും ഒരുപോലെ അതുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്വതന്ത്രനാണ്, ശരിയാണ്. കോൺഗ്രസിൽ നിന്ന് വിമതനായി ജയിച്ച് തൃശ്ശൂർ നഗരസഭയുടെ അധിപനായി വന്ന ഒരാളെന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തൻ്റെ കാലഘട്ടത്തിൽ നഗരസഭ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അദ്ദേഹം പൊളിറ്റിക്കലായി ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതായി കാണുന്നില്ല. പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ആ പൊളിറ്റിക്കലായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിൻ്റെ പ്രത്യാഘാതവും അനുഭവിക്കേണ്ടി വരും. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ മത്സരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് പിന്തുണ കൊടുക്കുകയും അത് ലെഫ്റ്റ് പിന്തുണ വാങ്ങി നഗരസഭാ ചെയർമാനായി തുടരുകയും ചെയ്യുക എന്നൊന്നും പറയുന്നതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കസേര പോകുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. ഇതൊന്നും അന്തർധാരയായിട്ട് കോൺഗ്രസ് കാണുന്നതിലും പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തൃശ്ശൂരിലൊന്നും അന്തർധാര വേണ്ട കാര്യം ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ന് കേരളത്തിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മികച്ച MP എന്നുള്ള നിലയിലുള്ള ഒരാളെന്ന് പറയുന്നത് VS സുനിൽകുമാർ തന്നെയാണ്. അദ്ദേഹം കൃഷിമന്ത്രി എന്നുള്ള നിലയിൽ, അദ്ദേഹം ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഒരു അന്തർധാര CPM ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും മേയർ അക്കാര്യത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി LDFനെ സംബന്ധിച്ചിടത്തോളം ആ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അവർ നടപടികളുമായി മുന്നോട്ട് പോകും. ഡോക്ടർ അരുണിലേക്ക് ഞാൻ വരാം, ഒരു ചെറിയ ഇടവേള കൂടി. ബാക്ക് ടു മീറ്റ് ദി എഡിറ്റേഴ്സ്. ഡോക്ടർ അരുൺ, തൃശ്ശൂർ മേയർക്ക് ഇത് എന്ത് പറ്റി? മേയർക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ടോ? തൃശ്ശൂർ മേയർ വളരെ കൗതുകകരമായ ചില പ്രസ്താവനകളൊക്കെ ഇടയ്ക്ക് നടത്തി വെട്ടിലാവാറുണ്ട്. നേരത്തെ സുജയ ഓർമ്മിക്കുന്നുണ്ടാവും, സല്യൂട്ട് വിവാദം ഉണ്ടായിരുന്നു. തന്നെ പോലീസുകാർ സല്യൂട്ട് ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മൾ വലിയ ചർച്ച നടത്തുകയും ഞാൻ തന്നെ അദ്ദേഹത്തിന് ഒരു അഭിമുഖം എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർ എന്ന് വിളിക്കണം, സല്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആളുകൾ തൻ്റെ ഈ മേയർ സ്ഥാനത്തെ കൂടുതൽ അംഗീകരിക്കണം, ആദരിക്കണം എന്നൊക്കെയുള്ളൊരു താല്പര്യമുള്ള ഒരു ആളാണ് ഈ MK വർഗീസ്. മാത്രമല്ല, ഫ്ലെക്സിൽ തൻ്റെ പണം ഒന്ന് കുറഞ്ഞു പോയാൽ വലിയ പരാതിയുമായിട്ട് വരും. ഇങ്ങനെയൊക്കെ പല വിവാദങ്ങളിലും നേരത്തെ MK വർഗീസ് അകപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ നഗരസഭയിൽ 55 സീറ്റുകളിൽ 25 കൗൺസിൽ സീറ്റുകളാണ് LDFനുള്ളത്, 24 UDFന്. അപ്പോൾ ആ ഒറ്റ ഗതികേടിലാണ് LDF കാലാവധി കഴിഞ്ഞിട്ടും ഈ MK വർഗീസിനെ തൃശ്ശൂർ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഇപ്പോൾ മേയർ സ്ഥാനത്ത് കൊണ്ടുപോകുന്നത്. എന്താണെന്ന് മേയർ പറഞ്ഞത്? മേയർ പറഞ്ഞ വാചകം ഇതാണ്: MP ആകുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല.
അതിന് കുറേ ഗുണങ്ങൾ വേണം. ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണ്. ഇത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹത്തിന് മുന്നിൽ വെച്ചാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ഉള്ളൊരു പൊതുവായ ഒരു ശീലമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവ സവിശേഷതകളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രമുഖരായ ആളുകൾ വരുമ്പോൾ അവർ തനിക്ക് എന്തെങ്കിലും തൻ്റെ സ്ഥാപനത്തിന് എന്തെങ്കിലും സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അവരെ അമിതമായിട്ട് പുകഴ്ത്തുക, പ്രകീർത്തിക്കുക, അവരെ വളരെ ഒരു കംഫർട്ട് സോണിൽ നിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ അത്രമാത്രമേ MK വർഗീസും ഉദ്ദേശിച്ചിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് അദ്ദേഹം അത് തിരുത്തുന്നുള്ളൂ. വിവാദമാകുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാവരും മിടുക്കന്മാരാണ്, പക്ഷേ സുനിൽകുമാർ എക്സ്ട്രാ മിടുക്കനാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ അമിത അധികാരത്തെക്കുറിച്ചൊക്കെയുള്ള ധാരണകളുള്ള നേതാക്കന്മാർക്ക് പറ്റുന്നൊരു പ്രശ്നമാണ്. അതിലേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. നമ്മൾ ഈ ശക്തൻ മാർക്കറ്റിൽ പോയതാണ്. അവിടെ ഈ ഫിഷ് മാർക്കറ്റിൽ 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ പണം നൽകിയിരിക്കുന്നതും സുരേഷ് ഗോപിയാണ്. അത് അക്നോളജ് ചെയ്തുകൊണ്ട് മേയർ നടത്തിയ ഒരു പരാമർശമായിട്ട് മാത്രമേ അതിൽ നമുക്ക് കാണേണ്ടതുള്ളൂ. അതിൽ മറ്റ് രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സുജയ. ഇക്കാര്യത്തിൽ ഡോക്ടർ അരുണും നികേഷ് സാറും പറഞ്ഞതിനൊപ്പം ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, മേയർക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മേയർക്ക് സുരേഷ് ഗോപിയെ ഇഷ്ടമാണ്, അതൊരു സത്യമാണ്. പിന്നെ സുരേഷ് ഗോപി മിടുക്കനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റി പറഞ്ഞതോ അല്ലെങ്കിൽ അദ്ദേഹം കള്ളം പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നില്ല. സുരേഷ് ഗോപി മിടുക്കനാണ്. അത് വിവാദമായി തൻ്റെ സ്ഥാനം തന്നെ തെറിക്കും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞത് കുറച്ച് പരിഹാസച്ചുവയോടെയാണ് എനിക്ക് തോന്നുന്നത്. VS സുനിൽകുമാർ എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ് എന്നാണ് പറഞ്ഞത്. അപ്പോഴും സുരേഷ് ഗോപി മിടുക്കനല്ല എന്ന് പറയുകയോ താൻ പറഞ്ഞ കാര്യം തിരുത്തുകയോ ചെയ്തിട്ടില്ല. ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും അതിന്റെ വെർബാറ്റി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ വിമത കൗൺസിലറാണ് MK വർഗീസ്. അദ്ദേഹം ഇടത് പിന്തുണയോടുകൂടിയാണ് മേയർ സ്ഥാനത്തേക്ക് എത്തിയത്. ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. MP ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല. അതിന് കുറേ ഗുണങ്ങൾ വേണം. ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം. അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ പൊതുവെ തെരഞ്ഞെടുത്ത് വിടാറ്. ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നത് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യനാണ്. ഇത്രയും, അതായത് ഒരു സീരീസ് ഓഫ് സെന്റൻസസ് ആണ്, അല്ലാതെ ഒരു വാചകത്തിൽ പറഞ്ഞതിൽ പറ്റിയ നാക്കുപിഴയല്ല. അപ്പോൾ മേയർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞ വാചകങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നുവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തൻ്റെ ചിന്ത സ്വതന്ത്രമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. സുരേഷ് ഗോപിയും പറയുന്നത് സ്വതന്ത്ര ചിന്തയുള്ള ആളുകളിലേക്ക് അവരുടെ രാഷ്ട്രീയം നോക്കിയല്ല, അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെയും ഒക്കെ വോട്ട് ചോദിച്ച് തന്നെയാണ് താൻ എത്തിയതെന്ന് സുരേഷ് ഗോപിയും പറയുന്നുണ്ട്. ഇത് വിവാദമായി ഇടതുപക്ഷം ഇടപെട്ടു എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം. കാരണം VS സുനിൽകുമാർ വേഴ്സസ് സുരേഷ് ഗോപി എന്ന രീതിയിലേക്ക് മത്സരം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് തന്നെ മേയർ പറയുന്നത്. അത് അവർക്ക് വലിയ ഒരു തിരിച്ചടിയായി മാറി. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഇടപെട്ടു. ഉടൻ തന്നെ മേയറുടെ തിരുത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിൻ്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും ഞാൻ സ്വീകരിക്കും. തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആരെ എങ്ങനെയെന്ന് ഞാൻ നോക്കുന്നില്ല. ആര് സാമ്പത്തിക സഹായം തന്നാലും അത് വാങ്ങുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. മറ്റ് സ്ഥാനാർത്ഥികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് തിരുത്തി പറയുകയാണ്. അപ്പോഴും സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ അദ്ദേഹം പിൻവലിക്കുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. പിന്നെ MP ആവുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് MLA ആയിരുന്നാലും മന്ത്രി ആയിരുന്നാലും ഒരു MP ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളൊരു പൊട്ടൻഷ്യൽ VS സുനിൽകുമാറിന് ഉണ്ട് എന്ന് മേയർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സുരേഷ് ഗോപി മിടുക്കനാണ് എന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു മേയർ പറയില്ലല്ലോ. അപ്പോൾ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പുകഴ്ത്തൽ ആണ് ഇത് എന്ന് പറഞ്ഞാൽ പോലും ആ പുകഴ്ത്തണമെങ്കിൽ ആ പുകഴ്ത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ബേസ്, ഒരു അടിസ്ഥാനം ഉണ്ടാകണമല്ലോ. സുരേഷ് ഗോപി മോശമാണെങ്കിൽ ശക്തൻ മാർക്കറ്റിന്റെ നവീകരണത്തിന് 1 കോടി കൊടുത്തു എന്നത് അദ്ദേഹം തള്ളി പറഞ്ഞേനെ, അല്ലെങ്കിൽ അത് വേണ്ട എന്ന് അപ്പോൾ തന്നെ പറഞ്ഞേനെ, പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചേനെ. അതൊന്നും ചെയ്തില്ല. ആ 1 കോടി വാങ്ങി അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശക്തൻ മാർക്കറ്റിന്റെ ആ ക്ഷയമൊക്കെ ഉണ്ടായത് TN പ്രതാപൻ MP ആയിരുന്ന കാലത്തും അതിന് മുൻപുള്ള കാലത്തുമൊക്കെയാണ്. അപ്പോൾ സുരേഷ് ഗോപി അവിടെ MP പോലുമല്ല, എങ്കിലും മത്സരിച്ച ഒരാളെന്ന നിലയിൽ ആ മണ്ഡലത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായി തന്നെയാണ് നവീകരണത്തിന് പണം കൊടുത്തത്. അത് തന്നു, വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതെല്ലാം എൻഡോഴ്സ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മേയർ MK വർഗീസ് ചെയ്തത്. പിന്നെ ഇതിൽ അന്തർധാരയൊക്കെ പറയുന്നത് അത് K മുരളീധരന് ആകെ ഒരു എന്ത് ചെയ്യുമെന്നറിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ VS സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലുള്ള നേർക്കുനേർ മത്സരത്തിലേക്ക് കാര്യങ്ങൾ തൃശ്ശൂരിൽ എത്തുന്നു എന്നുള്ളതിന്റെ ഒരു അങ്കലാപ്പ് K മുരളീധരനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പറഞ്ഞ കാര്യങ്ങൾ അത് സാറിന്റെ വേർഷൻ, ഞാൻ പറഞ്ഞത് അവിടുത്തെ ഫാക്റ്റാണ്. VS സുനിൽകുമാറും സുരേഷ് ഗോപിയും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്. K മുരളീധരന് അത് കണ്ടിട്ട് ഇപ്പോൾ ആകെ അങ്കലാപ്പാണ്. അതിൽ നിന്നും അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, K മുരളീധരൻ പറഞ്ഞതുപോലെ അന്തർധാരയുണ്ടെന്ന് സാർ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. അന്തർധാര എന്ന് പറയുന്ന വാക്ക് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സന്ദേശത്തിലെ വാക്കാണത്. അധികം ദുരുപയോഗിക്കപ്പെട്ട വാക്കും അറിയില്ല. പറഞ്ഞോ ഡോക്ടർ. പറയൂ.
അല്ലല്ല, വി എസ് സുനിൽകുമാറും കെ മുരളീധരനും അവിടെ ശക്തമായ മത്സര സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ മണ്ഡലത്തിൽ പോയി നോക്കിയാലും വി എസ് സുനിൽകുമാറും കെ മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരം എന്ന നിലയിൽ തന്നെ അതിന് കാണാൻ പറ്റൂ. ഏതെങ്കിലും തരത്തിൽ സുരേഷ് ഗോപി കെ മുരളീധരനെ മറികടന്ന് വി എസ് സുനിൽകുമാറുമായിട്ട് മത്സരിക്കുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. അത് ഒബ്ജക്റ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ കെ മുരളീധരൻ്റെ പങ്ക് നമുക്കൊട്ടും തള്ളിക്കളയാൻ പറ്റുന്നില്ല. കെ മുരളീധരൻ ശക്തമായ കാൻഡിഡേറ്ററായിട്ട് വി എസ് സുനിൽകുമാറിനോടൊപ്പം ഉണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൃശ്ശൂരിൽ അപ്പോൾ ശക്തമായ മത്സരം നടക്കട്ടെ. നമുക്ക് 3 പേർക്കും ഈ മത്സരം നിർത്തിയാലോ? അതെ. അപ്പോൾ ഉത്തരത്തിലേക്ക് വരാം. മേയർക്ക് ബോധിച്ചോ എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപിയെ ബോധിച്ചോ എന്നതാണ്. ബോധിച്ചു എന്നാണ് എൻ്റെ മറുപടി. ബോധിച്ചില്ല എന്ന് നികേഷ് സാറും ഡോക്ടർ അരുണും അഭിപ്രായപ്പെടുന്നു. ഇന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗുഡ് നൈറ്റ്. Meet the editors.